പത്തനംതിട്ടയിൽ അധ്യാപികയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ മന്ത്രി വി ശിവൻകുട്ടി തന്റെ നിർദ്ദേശപ്രകാരം ശമ്പളം നൽകാൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ ഉത്തരവുകളൊന്നും പാലിക്കപ്പെട്ടില്ല. ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ പിരിച്ചുവിടുന്ന നടപടിയിലേക്ക് കടക്കുമെന്നും ശിവൻകുട്ടി. ഞാൻ അപേക്ഷ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പരിശോധിച്ച് നടപടി സ്വീകരിക്കുക എന്ന് മന്ത്രി എന്ന നിലയിൽ നിർദ്ദേശം കൊടുക്കുകയാണ്. ഓരോ ഫയലും ഓരോ ജീവിതമാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഷൻ ഒരു സാധാരണ ഒരു നടപടിയാണ്. അതിൽ ശമ്പളവും എല്ലാം കിട്ടും, വീട്ടിലിരിക്കുകയും ചെയ്യാം. അപ്പം അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന നടപടിയിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത്. ശാന്തകുമാർ, ഈ വിഷയത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം മന്ത്രി തന്നെ തുറന്നു സമ്മതിക്കുന്നു. മാത്രമല്ല, അതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥരെ വെറും സസ്പെൻഷൻ നടപടിയല്ല, പിരിച്ചുവിടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീക്കും എന്നും അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഉടൻ തന്നെ നടപടി ഉണ്ടാകും എന്നതിൻ്റെ സൂചനയായി തന്നെ വേണ്ടേ കാണാൻ. എന്താണ് ഈ വാർത്തയുടെ മറ്റു വിവരങ്ങൾ? തീർച്ചയായും ലക്ഷ്മി, അങ്ങനെ തന്നെയാണ്. കാരണം ഈ കാര്യത്തിൽ മന്ത്രി വളരെ കൃത്യമായ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. വലിയ വീഴ്ച തന്നെ സംഭവിച്ചു. അതായത് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മന്ത്രിയെ കാണുന്നു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പ്രിൻസിപ്പൽ സെക്രട്ടറി ഇവരുടെ ആനുകൂല്യങ്ങൾ വേഗത്തിൽ നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ ഇവയൊന്നും പാലിക്കാത്തത് ഈ താഴെത്തട്ടുള്ള മറ്റ് ജീവനക്കാരാണ്. വിദ്യാഭ്യാസ വകുപ്പിലെ ആ ജീവനക്കാരെ ഇങ്ങനെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി കൃത്യമായി വിശദീകരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നു, നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം കൂടി ഓർമ്മിപ്പിച്ചാണ്, അതായത് ഓരോ ഫയലുകളും ഓരോ ജീവിതമാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചാണ് അദ്ദേഹം തുടങ്ങുക തന്നെ ചെയ്തത്. അത് ഇവിടെ ആവർത്തിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. അത് കൃത്യമായി പരിശോധിക്കുക തന്നെ വേണം. ഇത് ഒരു തരത്തിലും വെച്ച് പൊറിപ്പിക്കാൻ പറ്റുന്ന ഒരു രീതിയല്ല. കാരണം ഒരാൾക്ക് അർഹതപ്പെട്ട അവരുടെ ആനുകൂല്യം അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾ ഇവയെല്ലാം കൃത്യമായി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്, ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് ഇത് ഉദ്യോഗസ്ഥരുടെ വീഴ്ച തന്നെയാണ്. ഇത് അന്വേഷണം നടന്നു. KER തന്നെ അത് കൃത്യമായി പറയേണ്ടത്. KER 8(1) ഇത്തരം കൃത്യവിലോപനം നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അവരെ സർവീസിൽ നിന്നും ഒഴിവാക്കുന്നതാണ് അതിലുള്ളത്. അത്തരം കാര്യങ്ങൾ പരിശോധിക്കും. അത് വിശദമായ ഒരു അന്വേഷണം നടന്നു വരികയാണ്. ഈ അന്വേഷണത്തിൽ വലിയ തോതിലുള്ള കൃത്യവിലോപനം നടന്നിട്ടുണ്ടെങ്കിൽ അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു അധ്യാപികയുടെ ഭർത്താവിന് ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം അത് വിദ്യാഭ്യാസ വകുപ്പും മന്ത്രിയും അത് വലിയ ഒരു വീഴ്ചയായി, അതായത് അത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് അതിന് കാരണമെന്ന് കൃത്യമായി അദ്ദേഹം വിശദീകരിക്കുന്നു. ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഇന്നലെ അതിൽ ഈ പ്രധാന അധ്യാപിക ഉൾപ്പെടെ ഈ ഉദ്യോഗസ്ഥരെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അത്തരം കാര്യങ്ങളെല്ലാം നടക്കുന്നു. ഈ സസ്പെൻഷൻ ഒരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ്. അവർക്ക് ശമ്പളം ലഭിച്ച് അവർക്ക് വീട്ടിലിരിക്കാൻ കഴിയും. പക്ഷേ അങ്ങനെ കഴിയില്ല. ഇത്തരം ആളുകൾ സർവീസിൽ ആവശ്യമില്ല എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി കൃത്യമായി പറയുന്നത്. അതായത് ഒരു ശക്തമായ നിലപാടിലേക്ക് സർക്കാർ പോകും, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് പോകുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുക കൂടിയാണ് ഇന്ന് ചെയ്തത്. ലക്ഷ്മി. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.